പക്ഷെ എനിക്ക് ഒരു കാര്യത്തിൽ സങ്കടം ഉണ്ടായി. ഫുള്ളവൻ വളരെ സ്നേഹിച്ച് റൊമാൻറ്റിക് ആയിട്ട് പാടി. പക്ഷെ എന്നെ മരാളികയെന്നും ചേച്ചിനെ മനോഹരി. പക്ഷെ എന്നെ ചരണത്തില് അനുപല്ലേ പിന്നെ ചരണത്തില് അതും രണ്ടുപേർക്കുണ്ട്. പിന്നെ മീനൂട്ടി പിന്നെ എന്ത് വിളിക്കും? എന്നെ അവൻ ഒന്നും വിളിക്കാത്തതാണ് നല്ലത്. ഞാൻ പറഞ്ഞ അവന് മനസ്സിലായില്ല. എന്നെ എന്തുകൊണ്ട് മരാളികയെന്ന് വിളിച്ചു അതെനിക്കറിയണം. മലയാളിക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ നെയിം അല്ലേ? എന്നാ പിന്നെ കുഴപ്പമില്ല. കുട്ടി സാർ ഇത് എഴുതുവോ? അതെ. നല്ല ഭാഷയാണ്. ഒരു കൊച്ചുണ്ടായി ഇടാൻ പറ്റിയ പേരാ അല്ലേ മരാളിക? ചിലവര് വേറെ എന്തൊക്കെയോ പേരിടും. എന്താ അതാരൊക്കെ? എന്ത് പേരത്? നീ കേട്ടതിൽ വെച്ച് ഏറ്റവും ഇങ്ങനത്തെ ഒരു പേരേതാ? അയ്യോ ഇത് എന്ത് പേരെന്ന് തോന്നിയിരിക്കുന്ന ഒരു പേര്? ഇഷ്ടമല്ലാത്തൊരു പേര്. ഇഷ്ടമില്ലാത്ത പേര് ഈ നാട്ടിലില്ല. ഇല്ലേ? എല്ലാ പേരും ഇഷ്ടമാണ്. നമ്മളല്ലേ ഈ എറണാകുളം നാട്ടിലില്ലേ MG അങ്കിളിനെ പറ്റിയുള്ള റോഡുണ്ട്. MG റോഡ്. പിന്നെ യൂണിവേഴ്സിറ്റി ഉണ്ടല്ലോ. അതെ മീനൂട്ടി പഠിക്കണ അവിടെയാണ്. MG അങ്കിള് കറങ്ങി തിരിഞ്ഞിപ്പോ ഇത് ഏകദേശം മീനൂട്ടി ചേച്ചി എത്രയിൽ പഠിക്കുന്നു? മീനൂട്ടി ചേച്ചി ഡിഗ്രി സെക്കൻഡ് ഇയറിൽ പഠിക്കുന്നു. ഓക്കെ. പരീക്ഷ തോറ്റില്ല. നീ തോറ്റോന്നല്ലേ? പരീക്ഷ മിസ്റ്റർ ആര്യൻ. മിസ്റ്റർ മധു അങ്കിൾ. യെസ്. ആര്യൻ കുട്ടാ. പാട്ട് അസലായിട്ട് പാടി. എപ്പോഴത്തെയും പോലെ ഈ പാട്ടും വളരെ മനോഹരമായിട്ട് തന്നെ നമ്മുടെ ആര്യൻ കുട്ടൻ പാടി. പാടുന്നത് കാണാനും നല്ല രസമുണ്ടായിരുന്നു. പിന്നെ എപ്പോഴും റിമി ചേച്ചിയെ മാത്രം കൂടുതൽ നോക്കുന്നത്, ഇടയ്ക്ക് ബിന്നി ചേച്ചി നോക്കും. മധുവങ്കളുടെ മൈൻഡേ ചെയ്യുന്നില്ല. മധുരഭാഷണി. ഓ അങ്ങനെ എന്റെ പേരുണ്ടെങ്കിൽ ഓ ശരിയാണല്ലോ. അതുകൊണ്ടാ എന്നാലും പുള്ളിക്കുയിലെന്ന് വിളിക്കുമ്പോ നോക്കാറുണ്ടല്ലോ. അങ്ങനെയൊന്നുമില്ല. പുള്ളിക്കുയില ആണും പെണ്ണും ഉണ്ട്. പിന്നെയും ഇടയ്ക്ക് റിഹേഴ്സലിന്റെ സമയത്ത് മധുവങ്കൾ പറഞ്ഞു സിന്ധൂരാന്ന് പാടല്ലേ എന്ന്. വീണ്ടും തുടങ്ങിയപ്പോ സിന്ധൂരാന്ന് തന്നെ പാടി. സിന്ധൂര കേട്ടാ. എങ്ങനെയാ? കറക്റ്റ്. പിന്നെ പ്രേമത്തിൻ കഥകളുമായി ഇപ്പൊ പറഞ്ഞപ്പോ കറക്റ്റായി. ആദ്യത്തെ പല്ലവില് കഥകളായി പോയി കേട്ടാ. അത് അക്ഷരം അത് മാത്രമേ എനിക്ക് പ്രശ്നം ഉണ്ടായിട്ടുള്ളൂ. വേറെ യാതൊരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ പത അതിങ്ങനെ ഇത്തിരി ഒതുങ്ങുന്നില്ല വായില്. ഞാനേ അങ്ങോട്ട് ചെന്നപ്പം ഈ പതപ്പ വരൂന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ വിചാരിച്ചു റിമി അവിടെ ചെന്നപ്പോ ഞാൻ പതപ്പ പോവോ. അതോടൊപ്പം അവസാനത്തിനെടുത്ത് പൊക്കുകയും ചെയ്തു. അവസാനത്തെ ഞാനോർത്തു അയ്യോ പാവത്തിന് പതപ്പ പാടാൻ പറ്റുമോ? ഇനി അവസാനം ഈ പതപ്പ കാരണം അതിന്റെ എല്ലാം പോകുമോ? ആര്യൻ ആരാ മോൻ?